it is getting disturbed. ഉണ്ട്, പക്ഷേ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ട് ലോകത്തോട് മനോഹരമായി എഴുതിയ ഒരാളാണ് നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ലോസ് ഓഫ് സക്സസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനത്തെ ഒരു ഈ ഭൂമിയെയും ചന്ദ്രനെയും അഥവാ എല്ലാ ചരാചരങ്ങളെയും സന്തുലിതമായി നിർത്തുന്നതിൽ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ട്. അതില്ലെങ്കിൽ ഈ രീതിയിൽ സംഗതികൾ നടക്കില്ല. ഇതിന്റെ അന്വേഷണമായിക്കൊണ്ട് കോടാനക്കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ 2012 കാലങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടാണ് സ്വിറ്റ്സർലാൻഡിന്റെയും ഫ്രാൻസിന്റെയും ഭൂഗർഭപാതയിൽ ഉണ്ടാക്കിയ വലിയ വലിയ ഒരു ലബോറട്ടറിയിൽ അവര് പ്രപഞ്ചോൽപത്തിയെ റീക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റിംഗ് എ ന്യൂ യൂണിവേഴ്സ്. ഈ ക്രിയേഷനിൽ അവർ പുറത്തുവിട്ട വാർത്തയാണ് പ്രപഞ്ചോൽപത്തി നടന്ന സമയം മുതൽ ഉണ്ടായ തൊട്ടാലറിയാത്ത ടാഞ്ചിബിൾ അല്ലാത്ത വസ്തുക്കളെ ടാഞ്ചിബിളാക്കി ഇന്ന് കാണുന്ന ചക്കയും മാങ്ങയും രൂപത്തിലാകുന്നതിൽ ഒരു കണികക്ക് പങ്കുണ്ട്. അതിന് അന്വേഷണം തുടങ്ങിയിട്ട് 1960 കാലങ്ങളിൽ അന്വേഷണം തുടങ്ങിയതാണ് ആ കണികക്ക് വേണ്ടി. ആ അന്വേഷണത്തിൽ പങ്കെടുത്ത ആളാണ് സച്ചീന്ദ്ര ബോസ് എന്ന ഇന്ത്യക്കാരനും. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ട പീറ്റർ ഹിഗ്സ് എന്ന മനുഷ്യനും കൂടി. ബോസ് മരിച്ചുപോയി. പീറ്റർ ഹിഗ്സിന്റെ നേതൃത്വത്തിലാണ് ആ പരീക്ഷണം നടന്നത്. ആ പരീക്ഷണത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ആ കണിക കണ്ടെത്തി. എങ്ങനെ ഈ പ്രപഞ്ചം ഇപ്പോൾ കാണുന്ന രീതിയിൽ, തൊട്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ, ഫീൽ ചെയ്യാൻ കഴിയുന്ന ടാഞ്ചിബിൾ ആയിരുന്ന പ്രപഞ്ചമായി മാറുന്നതിൽ പങ്കുവഹിച്ച ഒരു കണികയുണ്ട്. ആ കണിക ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന് പേര് കൊടുത്തിരിക്കുന്നു. സച്ചീന്ദ്ര ബോസും പീറ്റർ ഹിഗ്സും ആണ് അതിന് നേതൃത്വം നൽകിയത് കൊണ്ട് സച്ചീന്ദ്ര ബോസ് ഇല്ലെങ്കിലും ഞങ്ങൾ അതിന് പേര് കൊടുക്കുന്നു ഹിഗ്സ് ബോസോൺ കണിക. ജൂലൈ 4, 2012 വന്ന റിപ്പോർട്ട്. എന്നിട്ട് അവർ പറഞ്ഞു, വിത്തൗട്ട് വിച്ച് ഈ കണിക ഇല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു ഓമന പേരിടുന്നു, ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവിക കണിക. എന്താണ് ഒന്നാമത്തെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്? ശക്തമായ ഒരു സന്തുലിതാവസ്ഥ പ്രപഞ്ചത്തിലുണ്ട്. ആ സന്തുലിതാവസ്ഥ ഒരു ഫോഴ്സ് ആയി നാം മനസ്സിലാക്കുന്നു. പക്ഷെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. 2, പ്രപഞ്ചോൽപത്തിയെ പുനരാവിഷ്കരണം ചെയ്തുകൊണ്ടുള്ള പരീക്ഷണത്തിൽ അവർ പറയുന്നു, ഒരു പ്രത്യേക കണ്ണിക കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഈ രീതിയിൽ ആയി മാറിയത്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ എക്സിസ്റ്റൻസ് ഇല്ല, ഈ രൂപത്തിൽ എക്സിസ്റ്റൻസ് ഇല്ല. ആ കണിക പീറ്റർ ഹിഗ്സും സച്ചീന്ദ്ര ബോസുമാണ് ഗവേഷണം മുന്നോട്ട് കോടാനക്കോടി രൂപ ചെലവഴിച്ചുകൊണ്ട്, ഒരു രാജ്യത്തിന് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് പല രാജ്യങ്ങളും കൂടിയ കൺസോർഷ്യം ആണ് ആ പരീക്ഷണം മുന്നോട്ട് വെച്ചത്. അവിടെ എനിക്കുള്ള ഒരു പ്രധാന ദുഃഖം എന്നത് ചോദിച്ചാൽ, ആ പരീക്ഷണ ആ കൺസോർഷ്യത്തിൽ ഒരു മുസ്ലിം രാജ്യത്തിന്റെ പേര് കണ്ടില്ല. ഇന്ത്യ പങ്കെടുത്തു. എന്റെ ഈ പ്രസംഗത്തിന്റെ എന്നെ പ്രചോദിപ്പിക്കുന്നതും ഇത് പറയാൻ നയിക്കുന്നതും ഇത്തരം പ്രിവൈലിംഗ് തോട്ട്സുകളാണ്. ഇതാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കോളേജുകളിലും സ്കൂളിലും കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ പങ്കെടുത്ത് തെളിവായിക്കൊണ്ട് ഒരു സമ്മാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സയന്റിസ്റ്റുകൾ കൊടുത്തുവിട്ടു. ആ സമ്മാനമാണ് ലാർജ് ഹൈഡ്രജൻ കൊളോൺ എന്ന് പറയുന്ന കൊളൈഡ് എന്ന് പറയുന്ന ആ പരീക്ഷണശാലയിലെ വാതിൽക്കൽ വെച്ചിട്ടുള്ളത്. അത് ഇന്ത്യ കൊടുത്തുവിട്ട ഗിഫ്റ്റാണ്. അത് നടരാജ വിഗ്രഹം ആയിരുന്നു. എന്റെ കൂട്ടുകാർ മനസ്സിലാക്കണം. ആ പരീക്ഷശാലയുടെ ഗേറ്റിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സംഭാവനയായ നടരാജ വിഗ്രഹമാണ്. ഞാൻ കൊതിച്ചുപോയി. ഒരു ഹിന്ദു സയന്റിസ്റ്റിന്റെ ഒരു ഈമാൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. അത് അവർ കൊടുത്തുവിടാനുള്ള കാരണം അവർ പറഞ്ഞത്, ദാറ്റ് ഈസ് ആൻ ഓസ്പീഷ്യസ് ഗിഫ്റ്റ്. ആ അൺറൂളി വേൾഡിനെ താണ്ഡവനൃത്തമാടിക്കൊണ്ട് സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്തതിൽ
ശിവനൊരു പങ്കുണ്ട്, അതുകൊണ്ടാണ് ഇത് കൊടുത്തുവിട്ടതെന്ന് എനിക്ക് ബാധിച്ചു. അപ്പൊ ആ ഒരു പാർട്ടിക്കിൾ ഇല്ലെങ്കിൽ എന്തില്ല, ആ കളിയില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന് പറയുമ്പോൾ ഇത്തരം ചർച്ചകൾ ഇസ്ലാമിക സജീവമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലാമ ഇഖ്ബാലിന്റെ ഗ്രന്ഥങ്ങളിൽ എന്നുപോലെ ഒരു ഫ്രഞ്ച് എഴുത്തുകാരി ആൻവേരി ഷിംബലിന്റെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവർ പറയാൻ മടിക്കാത്ത അല്ലാമ ഇഖ്ബാൽ പറഞ്ഞ 2 വരികൾ, ഓ നബി തങ്ങളെ അങ്ങില്ലെങ്കിൽ പ്രപഞ്ചമില്ല. ആൻവേരി ഷിംബൽ പറഞ്ഞത് എന്താ? ആൻവേരി ഷിംബല് ലോകപ്രസിദ്ധയായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരി. അതായത് ആ പുസ്തകത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുസ്തകത്തിന്റെ ചാപ്റ്റർ 2 അവർ പറയുന്നത് നൂർ മുഹമ്മദ്, ലൈറ്റ് ഓഫ് മുഹമ്മദ് ഓർ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് ഒരു അവര് 84-ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോഴും ഇസ്ലാം മതത്തിലേക്ക് വന്നോ എന്ന് എനിക്കറിയില്ല. ശക്തമായ എഴുത്തുകൾ എനിക്ക് കാണാൻ പറ്റി. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 2-ാം ചാപ്റ്ററിൽ അദ്ദേഹം അവർ പറയുന്നത് ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, അതില്ലെങ്കിൽ പ്രപഞ്ചമില്ല. ദാറ്റ്സ് എ മെറ്റാഫിസിക്കൽ പീസ് ഓഫ് ഇസ്ലാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഭൗതിക ലോകത്തോട് അത് അറിയിക്കുന്ന മാനത്തിലൂടെ നമുക്ക് മാന വെച്ചു കൊടുക്കാൻ കഴിയുമോ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്നൊരു ചോദ്യം ഞാൻ സദസ്സിന് മുമ്പിലേക്ക് വെക്കുകയാണ്. അവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ആധുനിക തലമുറ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം മനസ്സിലാക്കി? പരിശുദ്ധ ഖുർആൻ പറയുന്നു, الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين آتيناهم الكتاب. കിതാബ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർ, സബൂറിന്റെ ആളുകൾ, തൗറാത്തിന്റെ ആളുകൾ, ഇഞ്ചീലിന്റെ ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ സ്വന്തം കുഞ്ഞിനെ അറിയുന്നത് പോലെ അറിയാമായിരുന്നു. അലിൽ ഹാഷിമി അവർ എഴുതിയില്ല, അല്ലിമു ഔലാദക്കും ലിമഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആധുനിക ലോകത്തിന് പ്രസന്റ് ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്നൊരു ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ അബുദാബിയിൽ വെച്ചുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖ് സായിദ് നടത്തിയ നാഷണൽ മുർദ കോമ്പറ്റീഷനിൽ യൂസുഫ് ഇസ്ലാം വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. പെട്രോൾ ഡോളർ ഉപയോഗിച്ചുകൊണ്ട്, ഇന്നത്തെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലോകം കോടിക്കണക്കിന് പരിശുദ്ധ ഖുർആന്റെ കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്യും. പക്ഷേ ഇസ്ലാം കാസ്റ്റ്യൂവൻസൺ എന്ന പോപ്പ് സംഗീതജ്ഞൻ പറഞ്ഞത്, this world, the Muslim world, has literally failed in presenting or communicating the essence of Quran, Muhammad Rasulullah sallallahu alaihi wasallam. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. നമുക്ക് എത്ര പേർക്ക് ഹബീബിനെ കുറിച്ച് ആൻമേരി ഷിംബൽ മനസ്സിലാക്കിയ ഹബീബിനെ നമുക്കറിയുമോ? നെപ്പോളിയൻ ഹിൽ അന്വേഷിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സന്തുലിതാവസ്ഥക്ക് ആവശ്യമായ എന്തോ ഒന്ന്, അത് റഹ്മത്തുൽ ലിൽ ആലമീനാണോ അതവർ പറയുന്നതെന്ന് നമുക്ക് അന്വേഷിക്കാൻ സമയമുണ്ടോ? ഇത് ഞാൻ ഒരു ഭാഗത്ത് മാറ്റി വെക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം അംഗീകരിക്കുന്ന ഒരു തോട്ട്സ് പ്രോസസ് ആണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു സന്തുലിതാവസ്ഥ കാരണമായ എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്, അതില്ലെങ്കിൽ സന്തുലിതാവസ്ഥ ഇല്ല. അത് തകർന്നുകൊണ്ടിരിക്കുന്നു. വീടിന്റെ അകങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു, ആകാശങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്നു, കടലുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഞാൻ സദസ്സിന് മുമ്പിലേക്ക് വെക്കുന്നു. എന്താണ് സന്തുലിതാവസ്ഥ? ലോകമന്വേഷിച്ച സന്തുലിതാവസ്ഥ നമുക്ക് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? റഹ്മത്തുൽ ലിൽ ആലമീനെ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? കാരണം എന്താ, റഹ്മത്ത് നമ്മൾ കേട്ടുന്നതാണ്. ഒരു ഉമ്മയുടെ കാരുണ്യമാണ് ഒരു കുട്ടിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആധാരമെങ്കിൽ, ഒരു ഉമ്മയുടെ കാരുണ്യമാണ്, റഹ്മ ആണ് ഒരു കുട്ടിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും നിദാനമെങ്കിൽ, അല്ലാഹു തആല നമുക്ക് തന്ന റഹ്മത്തിൽപ്പെട്ടതാണുള്ള സൂര്യൻ. ആ സൂര്യൻ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ജീവൻ നിലനിൽക്കില്ല. അല്ലാഹു തന്ന റഹ്മത്താണല്ലോ മഴ. ആ മഴയില്ലെങ്കിൽ ജലാംശം ഉണ്ടാകുകയില്ല, ജീവൻ നിലനിൽക്കുകയില്ല.
അള്ളാഹു തന്ന റഹ്മത്താനുള്ള വായു നിലനിൽക്കില്ല, ജീവൻ നിലനിൽക്കില്ല. അള്ളാഹു എടുത്തു, അത് മൂന്നും റഹ്മത്താണെങ്കിൽ അള്ളാഹു എടുത്തു പറഞ്ഞ റഹ്മത്താനുള്ള പ്രപഞ്ച ആലമുകൾക്കൊക്കെ കാരുണ്യമായിട്ടല്ലാതെ നിമിത്തങ്ങളെ നിങ്ങൾ നാം അയച്ചിട്ടില്ല എന്നതിനെ വിവക്ഷ ഫിസിക്കൽ മാറ്ററിലൂടെ ഭൗതിക ലോകത്തോട് സംവദിക്കാൻ നമുക്ക് കഴിയുന്ന കാലം എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? ഒരു പോയിന്റ് നിർത്തന്നെ. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ്, ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കുലദോഷമായി ശാസ്ത്രം കോടാനക്കോടി പൈസ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന ഗവേഷണമാണല്ലോ ബഹിരാകാശ ഗവേഷണം. ആ മേഖലയിൽ കുറച്ചു കാലം വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി 2 പ്രാവശ്യം ഞാൻ നാസയിൽ പോയിട്ടുണ്ട്. അമേരിക്കൻ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, ലോകത്തിന്റെ ഇതിൽ ചുക്കാൻ പിടിക്കുന്ന ക്ലബിന്റെ ടോപ്പ് അമേരിക്കയാണല്ലോ. അവിടെ നിന്ന് കിട്ടിയ ഒരു സീഡിയിൽ ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രപഞ്ചോത്പത്തിയെ കുറിച്ചൊരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ലൈറ്റ് ഹൗസ് സങ്കല്പിക്കുക, വിളക്കുമാടം. ഈ വിളക്കുമാടത്തിൽ നിന്ന് നരേറ്റർ അത് വിവരിക്കുന്ന ആൾ കയറി നിൽക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പുകളും താഴെ ഇറങ്ങിയിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഓരോന്നും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എൻഡ് വരെയും സ്റ്റെപ്പുകൾ കയറി ഈ കാലം 100 വർഷം, 100 കൊല്ലം, 1000 കൊല്ലം, ബില്യൺ കൊല്ലം ഒക്കെ പറയുന്നുണ്ട്. 1370 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൽ അവർ പറയുന്ന, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു സീഡിയിൽ, നാസ തന്നെ പുറത്തിറക്കിയ സീഡിയിൽ പറയുന്നത്, ആ വിളക്കുമാടത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർ പറയുന്നു, ഈ കാണുന്ന പ്രകാശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ബാക്കിയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്, എന്താണ് ആ പ്രകാശമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പ്രപഞ്ചോൽപത്തി ആ പ്രകാശമാണോ പൊട്ടിത്തെറിച്ചത്? എല്ലാ പൊട്ടിത്തെറിക്കൊപ്പമുണ്ടായ പ്രകാശമാണോ? ഇടി മിന്നൽ എന്ന് പറയുമ്പോൾ മിന്നലാണ് നമ്മൾ ആദ്യം അല്ലെ കാണാം. ഇടിയുടെ ഒച്ച പിന്നെ കേൾക്കുള്ളൂ. അത് കുട്ടികൾ പറഞ്ഞു തരും. ലൈറ്റ് വേഗത എന്നുള്ള 3 ലക്ഷം km/s ആണ്. സൗണ്ടിന്റെ വേഗത 360 ആണെന്നുള്ളത്. അതുകൊണ്ട് ലൈറ്റ് ആദ്യം കാണും. ഇങ്ങനെ കുറെ സംശയങ്ങള് ലോകത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് അവർ പറയുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് അതാണ് ആ വെളിച്ചം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന നമ്മുടെ അഭ്യസ്ത വിദ്യർ അബുദാബിയിൽ സംഭവിച്ചതാണ്. എന്നോട് ചോദ്യങ്ങളുമായി അബുദാബിയിൽ നിന്ന് തന്നെ MSc ഫിസിക്സുകാരൊക്കെ വന്നിട്ടുണ്ട്. ആ കഥ പറയാൻ നമുക്ക് സമയമില്ല. ഈ കുട്ടികളോട് സംവദിക്കാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. ഇപ്പുറത്ത് അഥവാ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയിൽ കാണുന്ന പ്രകാശത്തെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് 1000 ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് അവർ ആണയിട്ടുകൊണ്ട് വിജ്ഞാന തിയറി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റേജൊന്ന് മാറാൻ നമുക്ക് നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാരുടെ സദസ്, ബഹ്റവിയായ പണ്ഡിതന്മാര് നിൽക്കുന്ന സദസ്, അവർ വന്നു ഓതുന്നു, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ ലിൽ ഹുദാ وأوجد نوره قبل خلق العالمين وسماه محمدا قبل خلق العالمين. أنا يزيد الدين محمود يشبه تخصيص ചെയ്യപ്പെട്ട കൺസൈസ് ഫോമിൽ ചുരുക്കി എഴുതിയ ഹബീബിന്റെ പ്രകീർത്തനങ്ങളുടെ ചുരുക്ക കാവ്യത്തിന്റെ തുടക്കം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ ലിൽ ഹുദാ വഅൗജദ നൂറഹു. അല്ലാഹു തആല ആ പ്രകാശത്തെ എത്തിച്ചു. ഈ പ്രപഞ്ചങ്ങൾക്ക് ആലമുകൾക്ക് മുമ്പ് ആ പ്രകാശത്തെ അല്ലാഹു എത്തിച്ചു. ആ പ്രകാശത്തിന് അല്ലാഹു കൊടുത്ത പേരാണ് മുഹമ്മദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. ഇത് പറയുമ്പോൾ ഈ 2 സ്റ്റേജിനെയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഈ 2 സ്റ്റേജിനെയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഒരു സ്റ്റേജിൽ ആത്യന്തിക ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ വെച്ചുകൊണ്ട് 1370 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മഹാവിസ്ഫോടനത്തിൽ കാണുന്ന പ്രകാശങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് വായിക്കുന്ന ഒരു കുട്ടിയും,
ഇപ്പുറത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്ന മഖ്ബൂസ് മൗലിദിന്റെ പഴഞ്ചനാണെന്ന് വിധേയപ്പെട്ട് നാടുനീളെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സംഭവം വിവരിക്കുമ്പോൾ ഈ പ്രകാശത്തെ കുറിച്ച് കേൾക്കുന്ന കുട്ടികൾ രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? എന്ന് അള്ള തന്നെയല്ല പറഞ്ഞത്. പ്രകാശം എത്തിയിരിക്കുന്നു. മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നു. അബുദാബിയിൽ നിന്ന് കിട്ടിയ ഭാഗ്യമാണ്. ഏകദേശം 5 വർഷം എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഓതാൻ മഹാനായ കെ.ടി. മുഹമ്മദ് ഫൈസൽ സാഹിബ് ഓതാൻ കഴിഞ്ഞു. ഇന്ന് അബ്ദുൽ ഹമീദ് സാഹിബ് ഉസ്താദ് കണ്ടിന്യൂ ചെയ്യുന്നു. 18 വർഷമായി ഇന്ന് അതിന്റെ ഔപചാരിക വാർഷികാഘോഷവും നടന്നിട്ടുണ്ട്. 18 വർഷമായി പരിശുദ്ധ ഖുർആൻ. അന്ന് കേട്ട വാക്കുകളാണ് ഞാനായിരുന്നു നിഗൂഢമായ നിധിയായിരുന്നു. അന്ന് ആരുമില്ല, അതീമായ അല്ലാഹു മാത്രമുള്ള ആ ഒരു പ്രപഞ്ചം നമുക്കറിയില്ല. അതിന്റെ ടൈം നമുക്കറിയില്ല, അതിന്റെ സ്പേസ് നമുക്കറിയില്ല.